ഹോട്ടലിൽ പോയി കഴിച്ചു പിസ്സ അത് വേണം. ഹോട്ടലിൽ പോയി കഴിച്ച പിസ്സ വേണത്ര നമുക്ക് വാങ്ങിക്കാം. പക്ഷെ അവിടെ ഇത് ആവട്ടെ. ഇപ്പോൾ ഇവിടെ ബീൻസ് അതുപോലെ വല്യുള്ളി എല്ലാം കൂടി അരിഞ്ഞ് സ്മാഷ് ചെയ്തിട്ട് ഉപ്പേരി പോലെ ആക്കുകയാണ്. അതിനുശേഷം ഈ സാധനം മാഗിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈബർ ഉണ്ടാവും. മാഗി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റ് ഇടുക. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അമ്മ ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. വാവക്കുട്ടിക്ക് സുഖം ഉണ്ടായില്ല, അതാണ് സംഭവം. മാത്രമല്ല ഇന്നിപ്പോൾ അമ്മൂന് എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ആകെ മൊത്തം ഇരിക്കുന്ന അവസ്ഥ നോക്കിയാൽ മുഖമൊക്കെ ഉറങ്ങാഞ്ഞിട്ട് ഈ അവസ്ഥയിൽ പോയിട്ടാണ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ഒന്നും പറയാൻ പോലും ഇല്ലാവുന്നുണ്ട്. മൂടില്ലാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു. നോക്കി നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? 2 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. ഇത് പോയിട്ട് എക്സാം എഴുതേണ്ടതാണ്, സൂപ്പർവിഷൻ അല്ല, സ്ക്രൈബ് എന്ന് പറയും. എന്ന് ഞാൻ പറഞ്ഞില്ലേ, എക്സാം വേറൊരു കുട്ടിക്ക് വേണ്ടി എഴുതാണ്. ഹാൻഡിക്യാപ്ഡ്, മെന്റലി റിട്ടാർഡ്. എന്താ ചെയ്യാൻ പോകുന്നറിയില്ല, വയ്യ. അമ്മൂനെ അങ്ങനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇതാണ് ആ സ്കൂള്. അമ്മൂനെ എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടി കൊണ്ടാക്കി. വാവക്കുട്ടി ഇപ്പോൾ കടന്നുറങ്ങുകയാണ്. ഇന്നലെ രാത്രി 4-5 വട്ടം എണീറ്റു. എല്ലാവരെയും അവൾ എണീപ്പിക്കുകയും ചെയ്തു. ഒരാൾ എണീറ്റ പിന്നെ അങ്ങനെ തന്നെയല്ലേ കുട്ടികളാകുമ്പോൾ. അപ്പോൾ കടന്നുറങ്ങുകയാണ്. ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ് വാവക്കുട്ടി. ഇനി എനിക്കൊന്നൊരു കുറച്ച് നേരം ഒരു പവർ നാപ്പ് എടുക്കണം, ഇല്ലെങ്കിൽ മൊത്തം കിളി പോകും. ഇത് കഴിച്ചോ? വാവക്കുട്ടിക്ക് ഉണ്ടാക്കി വെച്ച ബിരിയാണി എടുക്കായിരുന്നില്ല? നമുക്കൊക്കെ പ്രായമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നര വരുന്നത് അല്ലേ. ഇപ്പോൾ ചെറുപ്പക്കാർക്കും നര വരുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ഇപ്പോൾ ഇന്നലെ സ്റ്റുഡൻസ്, അതായത് അമ്മുവിൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ സ്റ്റുഡൻസ് കണ്ടിട്ട് അങ്കിൾ 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 എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, നമുക്ക് പ്രായമായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പം നല്ലൊരു പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ ഈ പറയുന്ന +1 +2 പിള്ളേരൊക്കെ നമുക്ക് മക്കളാവാനുള്ള പ്രായമേ ഉള്ളൂ. നമ്മൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. നോക്കുമ്പോൾ ഈ നരയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക പ്രായം നിർണ്ണയിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എല്ലാ കുട്ടികളും ഒരൊറ്റ വാചകം പറയുന്നുള്ളൂ, അങ്ങനെയല്ല അങ്കിൾ, ഇങ്ങനെയാണ് അങ്കിൾ, അതാണ് അങ്കിൾ, ഇതാണ് അങ്കിൾ, അങ്കിൾ അങ്കിൾ അങ്കിൾ. ഇവിടെ അങ്ങനെ നെഞ്ഞത്ത് കൊള്ളുന്നത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് സൊല്യൂഷൻ? ട്രിം ചെയ്യാറായിട്ടുണ്ട് നരച്ച താടി. ഇപ്പം അതൊരു ട്രെൻഡാണ്, അതൊരു ഫാഷനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ കൊള്ളാം, എല്ലാവരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ കൊള്ളാം. നമ്മൾക്കാർക്കും ഈ വയസ്സായി അല്ലെങ്കിൽ വയസ്സനാണെന്ന് പറയുന്നത് ഇഷ്ടമല്ലല്ലോ അല്ലേ. എന്തായാലും കുളിച്ചിട്ടൊക്കെ വന്നു, ഷേവൊക്കെ ചെയ്തു, ഷേവല്ല ട്രിമ്മൊക്കെ ചെയ്തു. ആ നരച്ച താടി കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഒരു അങ്കിൾ ലുക്ക് വല്ലാണ്ട് വരുന്നുണ്ട്. ഇല്ലേക്കുമ്പോൾ അങ്കിൾ ലുക്ക് ഇല്ലേന്ന് ചോദിക്കാം അല്ലേ. അപ്പോഴും ഉണ്ട്. പക്ഷെ നരച്ച താടി കൂടി വന്നു കഴിഞ്ഞാൽ അവരെ പറയും വേണ്ടല്ലോ. 1 മണിയാവാൻ പോവാണ്, 12:45. ഈ നേരത്തും കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 3-4 വട്ടെങ്കിലും എണീറ്റിട്ടുണ്ടായിരിക്കും, മോശം പോകണില്ല എന്നിട്ട്. എന്നിട്ട് ശേഷം ഒരു 3:30-4 മണി ആകുമ്പോഴാണ് ശരിക്ക് അതിന് ഒരു 12-1 മണിയാകുമ്പോൾ ഒരു തവണ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണി 4 മണിയാകുമ്പോൾ പിന്നെയും പോയി. പിന്നെ രാവിലെ പിന്നെയും പോയി. അപ്പോഴേക്കും ആൾ ക്ഷീണിച്ച് പോയി. ഇപ്പം നല്ല ഉറക്കമാണ്. എന്ത് പറ്റി? കൈ തരിച്ചോ? അവിടെ കൈ തരിച്ചതാണെന്ന്. അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചിക്കൻ മീമി സാമ്പാർ എല്ലാം ഉണ്ടല്ലോ ചൊത്തന്. ഉറക്കം മതിയായോ? ഇനി ചൊത്തിന് ഉറങ്ങണോ? ഓ, അപ്പൊ ഈ കണ്ണിന്നൊക്കെ വെള്ളം വന്നു. നീ ഉറങ്ങണോ? വാവയ്ക്ക് വേണ്ടേ? ഉറങ്ങങ്ങട് മുതലായില്ലേ. ഉച്ച വരെ 1 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് പുള്ളി എണീറ്റ് വരേണ്ട കുഞ്ഞാവ. ഇപ്പോൾ ഇതാ 1:15 നേരം. ഞാനും കഴിക്കാൻ പോവാണ്. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി, ചെറുപയർ ദോശ, കുറച്ച് ചോറ്, സാമ്പാർ, ഗ്രിൽഡ് ചിക്കൻ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. എന്താ ചിക്കൻ മീമി കഴിക്കാത്ത? വേണ്ടി എന്ത് പറ്റി? ഇന്നലെ കഴിച്ച് ഇതുപോലെ കടിച്ചു വലിച്ചിട്ട് ഇപ്പം എന്ത് പറ്റി? സാമ്പാർ. ഇതെന്താ പിള്ളേരൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പഠിപ്പിക്കണേ? അത് പഠിപ്പിക്കില്ല, ഞങ്ങളെ ക്ലാസ് റൂമിലായിരുന്നല്ലോ. വെറുതെ ഒരു എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യാണ്. ക്ലാസ് റൂമിൽ ഇതുപോലെ വേറൊരു എൻവയൺമെന്റ് അല്ലേ. ഗുരുകുല വിദ്യാഭ്യാസമാര് മരത്തിന്റെ ചോട്ടിലൊക്കെ എടുത്തിട്ട് ഇവിടെ അല്ല, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ ഓർമ്മയുണ്ട്. രാവിലെ ഉറങ്ങാൻ കിടന്നതാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി. പാവപ്പെട്ടി എനിക്കുണ്ടല്ലോ ക്ഷീണം.
ഉറങ്ങിപ്പോ ഇനി ഏതായാലും ഞാൻ കുട്ടിയെ തിന്നാ അതിൻ്റെ മുകളിൽ കെട്ടി തരുമോ? അതവിടെ കിടന്നു ഉറങ്ങട്ടെ. എനിക്ക് അതിൻ്റെ അടുത്ത് എന്നാ കിടക്കണം. അവിടെ പോയി കിടന്നോ? അമ്മ ഇവിടെ കിടന്നു കിടന്നോ? പിസ്സ തിന്നില്ലോ. ബീച്ചോ സ്വപ്നത്തിൽ അതൊക്കെ കണ്ടോ? ഒന്നും വേണ്ട പാവത്തിന്. പിസ്സ തിന്നില്ല. കുഴമ്പ് ഹോട്ടലിൽ പോയി കഴിച്ചു. പിസ്സ അത് വേണം. ഹോട്ടലിൽ പോയി കഴിച്ചാൽ പിസ വേണ്ടത്ര. നമുക്ക് വാങ്ങിക്കാം. പക്ഷെ അവിടെ ഇത് ആവട്ടെ, വാങ്ങിക്കാം. നാളെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക്. നാളെ സ്കൂളിൽ പോവോ വാവാ? സ്കൂളിൽ പോവാണെങ്കിലല്ലേ മേടിക്കണ്ടു പറ. സ്കൂളിൽ പോവാണെങ്കിൽ വരുന്ന വഴിക്ക് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. 6:15 ഒരാള് രാവിലെ തൊട്ട് ഉറക്കാണ്, ഒരാള് ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം ഉറക്കാണ്. എവിടെ ഉച്ചയ്ക്ക് വന്ന ശേഷം പിന്നെ പോയിന്ന് പറഞ്ഞില്ലേ? ആ പിന്നെയും പോയില്ലേ? എന്നിട്ട് മൊത്തം കാലിയായോ? കുമ്പ മൊത്തം കാലിയായോ? കാലിയായോ? അത് കേട്ടാൽ മതി. നൂഡിൽസ് ആയാലും പിസ്സ ആണെങ്കിലും ശരി, ബാവക്കുട്ടിക്ക് അപ്പി ഉറയ്ക്കും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും, അപ്പി പോവില്ല. എന്ത് ചെയ്യും? ഇതിലേക്ക് ലൈറ്റിലേക്ക് നോക്കണ്ട, അതാണ് പറയണത്. എന്താ ചെയ്യാ? അങ്ങനെ നോക്കിയാല് ചിക്കൻ ബിരിയാണിയും കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. ചിക്കൻ ബിരിയാണി പ്രശ്നം തന്നെ ഉണ്ടാവും, അധികം കഴിക്കാൻ പറ്റില്ല. അതിനെങ്കിലും ബാവ അധികം കഴിക്കാറില്ല. സ്മോൾ ക്വാണ്ടിറ്റി കൊടുക്കാം, ലെസ് സ്പൈസി ആയിട്ട്. റൈത്ത, കേർഡ് അതൊക്കെ ഒരുപാട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇത് കൊടുക്കുകയാണെങ്കിൽ. നമ്മളിപ്പോ ഇന്നലെ ബിരിയാണി കഴിച്ചാലുള്ളൂ. ഇവിടെ ബിരിയാണി ഇരിക്കുന്നില്ലേ? ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു. എവിടെ ഇരിക്കുന്നത്? ഞാൻ എടുത്തിട്ടില്ല. ലേശം ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടാവും. രാവിലെ തൊട്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം വരെ. ഇപ്പോൾ വൈകുന്നേരത്താണ് വാവക്കുട്ടി എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞ ഉടനെ മാഗി വേണത്ര. ഇപ്പോൾ പിസ്സ വേണമെന്നൊക്കെ പറഞ്ഞതാ, മാഗിയിൽ ഉറപ്പിച്ചു. ഇപ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം. എന്തായാലും വാങ്ങിക്കൊണ്ടുവരട്ടെ. ആരോ പറഞ്ഞിരുന്നു ഈ സുഖമില്ലാത്ത ഇരിക്കുന്ന സമയത്തൊക്കെ ആഗ്രഹിക്കുന്നത് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറാൻ സഹായിക്കും, മനസ്സ് ഹാപ്പി ആവും. അവരാഗ്രഹിക്കുന്നത് കിട്ടുകയല്ലേ. മാഗി മേടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട്, അതുപോലെ കുറച്ച് വെങ്കായം വെല്ലുള്ളിയൊക്കെ ഇട്ട്, കുറച്ച് ഫൈബർ റിച്ച് ആക്കിയിട്ട് വാവക്കുട്ടിക്ക് കൊടുക്കാം. 5-6 മാഗി പാക്കറ്റ് ഏതായാലും പൊട്ടിച്ചിട്ടുണ്ട്. മസാല ഇനി ഇതൊക്കെ ഒന്ന് ഉടയ്ക്കണം. ഇപ്പോൾ ഇവിടെ ബീൻസ് അതുപോലെ വെല്ലുള്ളി എല്ലാം കൂടി അരിഞ്ഞ് സ്മാഷ് ചെയ്തിട്ട് ഉപ്പേരി പോലെ ആക്കുകയാണ്. അതിനുശേഷം ഈ സാധനം മാഗിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈബർ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും വിചാരിക്കണം. എല്ലാം ഫൈബർ ഇല്ല. മാഗി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് ഇതാ കുറച്ച് ക്യാരറ്റ് ഇടുക, കുറച്ച് ബീൻസ് സവാള എടുത്തിട്ടുള്ള റെഡിയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ? നല്ല ഡ്രൈ ആവണം, അല്ലെങ്കിൽ നന്നാവില്ല. നല്ല ഡ്രൈ ആയിട്ട് ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ സൂപ്പർ. വേണമെങ്കിൽ ഒരു മുട്ട ഇടാം, പക്ഷെ ഇപ്പൊ വേണ്ട. എണീക്കൂ, അപ്പഴത്തേക്ക് ആ തലക്കിരിക്ക് പോയിരിക്കും. കുട്ടിയുടെ മാഗി റെഡി. മടിയിൽ വെക്കണ്ട കേട്ടോ. അതെ തിരിഞ്ഞ് കഴിച്ചോളാം. നല്ല ചൂടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ ചൂടുണ്ട്. നമ്മ പോക്ക് തരാം. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ കൈയിടാനൊക്കെ ഉണ്ടാവും. കൈയിട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. എങ്ങനെയുണ്ട് വാക്കുട്ടി? മാഗി ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്നും പറയണില്ലല്ലോ. ആയോ? അച്ഛണ്ടാക്കിയ മാഗി വാക്ക് ഇഷ്ടമായോ? എന്താ വെച്ചാ വരാത്ത? ചൂടാറട്ടെ എന്നിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ ചൂടായിട്ട് വായിൽ വയ്ക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ. ഊരി കഴിക്കണം. കുറച്ചും കൂടെ എടുത്ത് ഇട്ടോ ഈ കള്ളിയിലേക്ക്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ചൂടാറും. അതൊക്കെ കഴിക്കാനുള്ളതാണ്. വാവയ്ക്ക് വലിയൊരു സുഖമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഫക്കെട്ടുണ്ട്, വയറിൻ്റെ പ്രശ്നമൊക്കെ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. എനിവേ നാളേക്ക് ശരിയാവുമെന്ന് കരുതാം. ഇന്ന് എന്തായാലും സ്കൂളിൽ പോയിട്ടില്ല, നാളേക്ക് പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.